ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ CKCക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടോ. CKC ആക്കിയ ആ ആള്, അതായത് ഈ ടെൻഡറിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ള ആ സത്യം പറഞ്ഞു കൊടുക്കുന്നു കേട്ടോ. ഇതൊന്നും അറിയാതെ പ്രണവ് ഇങ്ങനെ ടെൻഡർ എഴുതിക്കൊണ്ടിരിക്കാൻ താൻ വിജയിച്ചു എന്ന അഹങ്കാര ഭാവത്തോടു കൂടി പ്രണവ് ഇരിക്കുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ആ ഒരു സംഭവം കഴിഞ്ഞു. പിന്നീട് ഇവരെല്ലാവരും ഇങ്ങനെ പ്രണവിനെ കാത്തിരിക്കുകയാണ്. വസുന്ധരയും ശിവാനിയും ഗൗതമും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് ചോദിക്കുന്നുണ്ട്, ഏത് സമയത്താണ് ടെൻഡറിൻ്റെ ആ ഒരു ഇത് പറയുന്ന സമയം. ഏകദേശം ഒരു 5 മണി ആയല്ലോ, പ്രണവിനെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് പ്രണവ് കയറി വരുന്നതായിട്ട്. അങ്ങനെ പ്രണവാണെങ്കിൽ, എടാ എന്താ നീ എത്ര എമൗണ്ട് ആടാ എഴുതിയത് എന്ന് ചോദിക്കുമ്പോൾ, ഏട്ടൻ അതൊന്നും അറിയണ്ട, ഈ ടെൻഡർ നമുക്ക് കിട്ടിയിരിക്കും, ഞാൻ ആരാണെന്നാണ് വിചാരിച്ച്. അപ്പോഴേക്കും നിർമ്മലയും ജ്യോതിയും അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൗതം പറയുന്നുണ്ട്, എന്താടാ നിനക്ക് കിട്ടുമെന്ന് അത്രയും ഇതുണ്ടോ? എനിക്ക് കിട്ടുമേട്ടാ, ഞാൻ ഇതിൽ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ വസുന്ധരയും ശിവാനിയാണെങ്കിലോ ചെറിയൊരു ഭയത്തോടു കൂടി നിൽക്കണം കേട്ടോ. അങ്ങനെ 5 മണിയായി എന്ന് പറയുമ്പോഴാണ് കേട്ടോ ഈ ടെൻഡറിൻ്റെ ആ IT കമ്പനിയുടെ ആൾ വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ ഗൗതമിൻ്റെ ഫോണിലോട്ട് വിളിക്കുകയാണ്. ഗൗതം ഈ ഫോൺ എടുക്കുകയാണ്. ഫോൺ എടുത്ത ഉടനെ തന്നെ ഗൗതമിനോട് പറയാണ്, അതെ ഇത് IT കമ്പനിയാണ്. അപ്പോൾ ഗൗതം ചോദിക്കാൻ, ഈ ടെൻഡർ ഞങ്ങൾക്ക് കിട്ടിയോ? അപ്പോൾ പ്രണവ് പറയാ, കേട്ടില്ലേട്ടാ, വിളിച്ചത് കണ്ടില്ലേട്ടാ എന്നിങ്ങനെ പറയണേട്ടാ. അപ്പോൾ ഉടൻ തന്നെ ഗൗതം വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുക. അപ്പോൾ ഈ ഒരു ഫോൺ കോൾ വന്നതിൽ പിന്നെ പ്രണവ് കാലുമക്കാലൊക്കെ കയറ്റി വെച്ച് ഭയങ്കര ചിരിയോട് കൂടി ഇരിക്കണം കേട്ടോ. അപ്പോഴാണ് അയാൾ പറയുന്നത്, സാർ സോറി, ഈ ടെൻഡർ നിങ്ങൾക്ക് തരാൻ പറ്റില്ല, നിങ്ങളൊക്കെ ഒരു 1000 രൂപ കൂടുതലിൽ CKC മേടിച്ചിരിക്കുന്നു എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ഗൗതമിന് അങ്ങ് ദേഷ്യം പിടിച്ച് ഗൗതം പറയണേ, എന്താ നീ പറഞ്ഞത്? ഈ ടെൻഡർ അവർക്ക് ഈ പറയുന്ന CKCക്ക് കിട്ടിയോ? 1000 രൂപ വ്യത്യാസത്തിലോ എന്ന് പറഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തിട്ട് പ്രണവിനോട് ചോദിക്കുകയാണ്, എന്താടാ ഇപ്പോൾ സംഭവിച്ചത്? എന്താ സംഭവിച്ചത്? നീ എത്രക്കാണ് ടെൻഡർ എഴുതിയത്? അപ്പോൾ ആ എമൗണ്ട് പറയാനേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ശിവാനിക്കും വസുന്ധരയ്ക്കും വലിയ ചിരിയാണ് വരുന്നത്. അപ്പോൾ ഉടൻ തന്നെ 1000 രൂപ വ്യത്യാസത്തിൽ ഞാൻ അതിലൊരു ടെൻഡർ എമൗണ്ട് എഴുതിയത് നീ കണ്ടില്ലേ? ഞാൻ കണ്ടില്ല എന്ന് പറയട്ടോ. അതുകൊണ്ടാടാ ഞാൻ വരാമെന്ന് എന്നോട് 1000 തവണ പറഞ്ഞത്. നീ ഇന്നേ വരെ ഇങ്ങനെയുള്ള ടെൻഡറുകളൊക്കെ ഏറ്റെടുത്ത് നിനക്ക് ശീലമുണ്ടോ? അതുകൊണ്ട് ഞാൻ കൂടെ വന്നപ്പോൾ നിനക്ക് എന്താ കുഴപ്പമുണ്ടായിരുന്നത്? ഞാൻ വന്നുകൊണ്ട് നിനക്ക് എന്താ പ്രശ്നം എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവിടെ പ്രണവിനെ അങ്ങ് ദേഷ്യം പിടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ശിവാനി കയറി ഇടപെടുകയാണ് കേട്ടോ. ഇതിപ്പോൾ എന്തിനാ നിങ്ങളിങ്ങനെ എൻ്റെ ഭർത്താവിനോട് ഇത്രയും വലിയ ചൂടാവുന്നത്? അത് കേൾക്കുന്ന ഗൗതം, നീ വായടക്കിയിരുന്നോ? ഇതെൻ്റെ അനിയനാണ്, ഞാനും ഇവനുമായുള്ള പ്രശ്നത്തിൽ നീ ഇടപെടേണ്ട. അത് കേട്ട ഉടനെ ശിവാനി, ഞാൻ ഇടപെടും, എൻ്റെ ഭർത്താവിനെ എല്ലാവർക്കും മുന്നിലിട്ട് ഇങ്ങനെ ആട്ടൊന്നും വേണ്ട, ഒരു ടെൻഡർ തോൽക്കുന്നതും കിട്ടുന്നതും ഒക്കെ സ്വാഭാവികം, എല്ലാം നേടിയെടുത്ത് എല്ലാവരും ആയിട്ടില്ല, നിങ്ങൾ സ്വന്തം വീടും പണയത്തിൽ കൊടുത്ത ആളല്ലേ, വീട് പോയിരിക്കുമ്പോഴാണ് എൻ്റെ പ്രണവിനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് വസുന്ധര, ശരിയാണ് പറയുന്നത് ശിവാനി, നീ വീട് കളഞ്ഞിരിക്കുകയാണ്, അതിലും വലുതൊന്നും ഇല്ലല്ലോ. അത് കേട്ട ഉടനെ നിങ്ങൾ ഒറ്റയിരുത്തിയാണ് ഇതിനൊക്കെ കാരണക്കാരി, എവിടെ തെറ്റ് നടക്കുന്നു ആ തെറ്റിനൊപ്പമാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നിങ്ങനെ വസുന്ധരയോട് ഗൗതം പറയാനേട്ടാ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ദേഷ്യം പിടിക്കാൻ നിധി പറയാണ്, എന്താ നിങ്ങളീ പറയുന്നത്? എത്ര തവണ പ്രണവിനോട് പറഞ്ഞതാണ് ആൻറ്റി, പ്രണവിൻ്റെ കൂടെ ഗൗതം ഒന്ന് പോന്നോട്ടെ എന്ന്. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടാൾക്കും ഈ ടെൻഡർ കിട്ടിയിരുന്നില്ലേ? അതൊക്കെ കേട്ട് ജ്യോതിക്ക് ചിരി വരികയാണേട്ടാ. നിങ്ങൾ കാരണമല്ലേ ഇതൊക്കെ ഉണ്ടായത്. അത് കേൾക്കുന്ന പ്രണവ്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉപദേശം കൊണ്ടാണ് ഈ വീട് ഇങ്ങനെ ആയത്. അത് കേൾക്കുന്ന ഗൗതം പറയണേ, നീ എന്താടാ പറഞ്ഞത്? നിൻ്റെ ഏട്ടത്തിയുടെ ഉപദേശം കാരണം എന്നോ? ഇപ്പം നീ എന്താടാ കാണിച്ചു വെച്ചത്? ഈ വീടിൻ്റെ അവസ്ഥ നിനക്കറിയില്ലേ? എന്നിട്ട് ആ ടെൻഡർ കിട്ടേണ്ടത് എല്ലാവരുടെയും ആവശ്യമായിരുന്നില്ലേ? ഇപ്പം നീ പൊട്ടിപ്പോന്നില്ലേ? ഇപ്പം എന്താ നിനക്ക് സമാധാനം കിട്ടിയത്? എന്താ അതിൽ കിട്ടിയത്? നിങ്ങളിത്ര വല്ലാതെ വായിട്ട് അലക്കൊന്നും വേണ്ട. അപ്പോൾ ഗൗതം പറയാം, പിന്നെ ഞാൻ എന്ത് വേണം? നിനക്ക് അങ്ങനെ ടെൻഡർ എഴുതണമെന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് വിളിച്ച് ചോദിക്കായിരുന്നില്ലേ? അത് കേൾക്കുന്ന പ്രണവ് പറയണേ, എത്ര തവണ നിങ്ങളുടെ ഫോണിലോട്ട് ഞാൻ വിളിച്ചു, വല്ല വിലയും നിങ്ങൾ കൊടുത്തോ? എത്ര തവണ വിളിച്ചു? കള്ളം പറയുന്നോടാ. കള്ളമല്ല, സത്യമാണ്. ഫോൺ എടുത്ത് നോക്ക്, എത്ര തവണ വിളിച്ചിട്ടും നിങ്ങൾ എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഈ ആൻറ്റിക്ക് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചത്. ആൻറ്റിയാണ് എനിക്കൊരു എമൗണ്ട് പറഞ്ഞു തന്നതെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്നതിനോട് കൂടി ഗൗതമിന് അങ്ങ് ദേഷ്യം പിടിക്കാണ്. കള്ളത്തരം പറഞ്ഞിട്ട് കിടന്ന് ചിലക്കുന്നു, ആ ടെൻഡർ നഷ്ടപ്പെട്ടിട്ട് എന്ന് പറഞ്ഞ് കൈയങ്ങ് ഓങ്ങി അടിക്കാൻ ഓങ്ങുമ്പോഴേക്കും പ്രണവ കൈ തടയുന്നു കേട്ടോ. ഇതൊക്കെ കണ്ട് ഇപ്പുറത്ത് നിർമ്മലയും ഒരു ഭാഗത്ത് ജ്യോതിയും നിൽക്കുന്നുണ്ട്. നിർമ്മലയുടെ ഉള്ളു പിടക്കാണ്. അങ്ങനെ അവർ തമ്മിൽ അടിക്കുകയാണ്. ഇതേ സമയം നീ എൻ്റെ കൈ തടയാൻ മാത്രം വളർന്നോടാ എന്ന് പറഞ്ഞിട്ട് പ്രണവിൻ്റെ കഴുത്തിനെ അങ്ങ് പിടിക്കുകയാണ്. അപ്പോൾ ഉടനെ ശിവാനി, നിങ്ങളെന്തിനാ എൻ്റെ ഭർത്താവിൻ്റെ കഴുത്തിൽ പിടിക്കുന്നത്? ദേ നീ കിടന്ന് ചിലക്കണ്ട, ഇതിലെന്തിലും നീയാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്, നീ കാരണമാണ് ഈ ടെൻഡർ ഇവിടെ കിട്ടാതിരുന്നത്. നീ നിൻ്റെ ഭർത്താവിനെ ഉപദേശിച്ചു, ഒറ്റയ്ക്ക് പ്രണവിനെ പറഞ്ഞയച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ വന്നത് എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും അവർ തമ്മിലുള്ള വഴക്കാവണിട്ട്
പ്രണവ് ഈ പറയുന്ന ഗൗതമിൻ്റെ കഴുത്തിൽ പിടിക്കുന്നു, ഗൗതം തിരിച്ചു പിടിക്കുന്നു. അപ്പോഴേക്കും ഇത് കണ്ട് CKC വരുന്നു. അങ്ങനെ CKC കൈ കൊട്ടുകയാണ് കേട്ടോ. ഹാ ഹാ ഹാ, എന്ത് നല്ല കാഴ്ചയാണ്, എത്ര നല്ല കുടുംബം, ശാന്തതയോടുള്ള കുടുംബം, അങ്ങനെയുള്ള കുടുംബം എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ സൗണ്ടാണ് പുറത്തോട്ട് കേൾക്കുന്നത്, ഇതെല്ലാവരും കാണുന്നു, ഇതെല്ലാവരും കേൾക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതമിന് ദേഷ്യം പിടിക്കാനായിട്ട് അങ്ങനെ ഗൗതമിനോട് പറയണേ, നീയല്ലേ എല്ലായിടത്തും ജയിക്കുമെന്ന് പറഞ്ഞ്, എന്നാൽ ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്, ഞാനാണ് ജയിച്ചത് എന്ന് പറയട്ടോ. അപ്പോൾ ഇത് നിർമ്മല കാണണം. അങ്ങനെ നിർമ്മല പറയണ, സ്വന്തം അച്ഛൻ തന്നെ മകൻ്റെ കുഴി തോണ്ടുന്നത് എവിടെയാണ് ഉണ്ടാവുക, ഇങ്ങനെ ഒരു അച്ഛനെ എവിടെയും കണ്ടിട്ടില്ല എന്നിങ്ങനെ CKCയെ കുറിച്ച് നിർമ്മല പറയുന്നു കേട്ടോ. അങ്ങനെ CKCയും ജ്യോതി ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് CKC പറയണേ, നിനക്ക് എന്നേക്കാൾ ഉയരത്തിൽ വളരാൻ ഞാൻ സമ്മതിക്കില്ല, ഇനി നീ പോകുന്നിടത്തൊക്കെ ഞാനുണ്ടാവും, ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് CKC അവിടെ നിന്ന് പോകുമ്പോൾ ഗൗതമിനെയും കൊണ്ട് നിധി അവിടെ നിന്ന് പോകാൻ കേട്ടോ. പിന്നീട് പ്രണവും ശിവാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ CKCയുടെ അടുത്തോട്ട് ജ്യോതി വരുമ്പോൾ ഇതും ഞാൻ നേടിയെടുത്തു, അവനെ ഇനി തോൽപ്പിക്കത്തേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവരിങ്ങനെ പരസ്പരം ചിരിക്കുകയാണ് കേട്ടോ. പിന്നീടാണെങ്കിൽ പ്രണവ് റൂമിൽ കയറുകയാണ്. റൂമിൽ കയറി ഉടനെ ശിവാനി കഥക് കുറ്റിയിടാണ്. അപ്പോൾ പ്രണവിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ശിവാനിക്ക് ഒരു പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ ശിവാനി ഇങ്ങനെ ഭയത്തോടു കൂടി പ്രണവിൻ്റെ അടുത്ത് ചെല്ലാണ്. അപ്പോൾ ഉടൻ തന്നെ പ്രണവ് ദേഷ്യത്തോടു കൂടി, അത് നഷ്ടമായി, എൻ്റെ നെഞ്ചിൽ വലിയ മുറിവാണ് ഏറ്റത്, എനിക്കത് സഹിക്കുന്നില്ല, അത് കേട്ട ഉടനെ ഞാനൊരു തോൽവി തന്നെ, ഞാൻ തോറ്റിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശിവാനി പറയണേ, പ്രണവ് നീ അങ്ങനെ പറയരുത്, നീ ഒരു തോൽവിയല്ല, നീ ജയിക്കുകയാണ് ചെയ്തത്, എന്താ ശിവാനി വിഡ്ഢിത്തരം വിളിച്ച് പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞ് പ്രണവ് അങ്ങ് ചൂടാകുമ്പോൾ ഉടൻ തന്നെ, നീ ഒരു വിജയിക്ക് തന്നെയാണ് ചെയ്തത്, ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ആ ഒരു തൻ്റെയുടെ നിനക്കുണ്ടായാലോ, മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ജയവും പരാജയമൊക്കെ അത് സ്വാഭാവികമല്ല, അതിനിത്ര വലിയ കുറ്റമൊന്നും പറയാനില്ല, അതാണ് ഞാനിവിടെ കാണുന്നത്, എൻ്റെ മനസ്സിൽ നീ വലിയ വിജയമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് പ്രണവിൻ്റെ അടുത്ത് ചെന്നിരിക്കലും പ്രണവിനെ ഇങ്ങനെ തൊട്ട് തലോടലൊക്കെ ചെയ്യുമ്പോൾ പ്രണവ് ആ ഒരു തലോടലിൽ വീണ് പോകുന്നു കേട്ടോ. സമയം പ്രണവ് പറയുന്നുണ്ട്, നീ എന്ത് പറഞ്ഞാലും നിൻ്റെ മനസ്സിൽ ഞാൻ വിജയിച്ചെങ്കിലും ഈ ടെൻഡർ കിട്ടേണ്ടത് ഈ വീടിൻ്റെ ആവശ്യമായിരുന്നു, ഈ വീടിൻ്റെ കടബാധ്യത മാറ്റുക എന്നുള്ളത് എൻ്റെയും കൂടി ഉത്തരവാദിത്തമായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റില്ലേ, തെറ്റ് തന്നെയാണ് ഞാനും ചെയ്തത്, ഏട്ടൻ വരികയായിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കേൾക്കുന്ന ശിവാനി പറയണേ, ഇന്നും ഏട്ടൻ്റെ പിറകെ നടന്നാൽ മതിയോ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നേരിട്ടാലല്ലേ ജീവിതം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ, അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടേ, അതിൽ തോറ്റെങ്കിൽ ഇനിയുള്ള ടെൻഡറിൽ എൻ്റെ പ്രണവ് എന്തായാലും ജയിച്ചിരിക്കും, അതിനുള്ള മിടുക്കൊക്കെ എൻ്റെ പ്രണവിനുണ്ട്, പ്രണവ് ഇത്രയും പഠിച്ച് വളർന്നെങ്കിൽ പ്രണവിനെ ഒരു ബിസിനസ് ചെയ്യാനോ ഒരു ടെൻഡർ നേടിയെടുക്കാനോ പലതും ചെയ്യാൻ പ്രണവിനെ കൊണ്ട് കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവിൻ്റെ തോളിലങ്ങ് കിടക്കുകയാണ് കേട്ടോ. ഇത് കാണുന്നതിനോടുകൂടി പ്രണവ് അങ്ങ് ഡിമ്മായി. പിന്നീട് പ്രണവ് ശിവാനിയുടെ പ്രണയത്തിൽ വീണിരിക്കുന്നു. അങ്ങനെ പ്രണവ് ഇങ്ങനെ ചിരിച്ചും കൊണ്ട് തൻ്റെ ഭാര്യയുടെ കൈ ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ശിവാനിയാണെങ്കിലോ, പ്രണവ് നിന്നെ വീഴ്ത്താൻ എനിക്ക് പ്രണയം എന്ന ആയുധം മതി, എന്നാൽ നീ അതിൽ വീഴും, നീ പല തെറ്റുകൾക്കും ഇനി കൂട്ടു നിൽക്കാൻ കിടക്കുന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ ഇപ്പുറത്ത് ഗൗതമാണെങ്കിൽ ആ ടെൻഡറിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് എറിയാണ് കേട്ടോ. അവൻ വിഡ്ഢിത്തരം ചെയ്തു വന്ന് ചിലക്കുന്നു കിടന്നിട്ട്, ഞാൻ എത്ര തവണ അവൻ്റെ കൂടെ ഞാൻ പോവാമെന്ന് പറഞ്ഞു, എന്നിട്ട് അവൾ പറയുന്നത് കേട്ടില്ലേ, ഞാൻ ഈ വീട് പണയം വെച്ചു എന്നൊക്കെ അവൾ പറയുന്നത് കേട്ടില്ലേ, അപ്പോൾ പ്രണവും പറയുന്നത് കേട്ടില്ലേ, എത്ര തവണ ഏട്ടനോട് ഈ ബിസിനസ് ചെയ്യേണ്ടെന്ന് ഈ വീട്ടിൽ എല്ലാവരും പറഞ്ഞു, എന്നിട്ട് ഏട്ടൻ ഈ വീട് പണയം വെച്ചിട്ടല്ലേ ചെയ്ത്, അവരുടെയൊക്കെ ചോദ്യം കേട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ നിധി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ.